ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീമദ് മഹാഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ലീല കഥകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബലഭദ്രനും കൃഷ്ണനും ക്രമേണ വളരാൻ തുടങ്ങി. സത്യത്തിൽ രാമൻ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിരുന്നുവെങ്കിലും അമ്പാടി നിവാസികൾ അവരെ ഒരേ പിതാവിന്റെ നന്ദനന്മാരായി കരുതിയിരുന്നില്ല. പ്രായക്കൂടുതൽ രാമനുള്ളതുകൊണ്ട് അഗ്രജസ്ഥാനം രൗഹിണേയന് നൽകിയെന്നു മാത്രം. മുട്ടിന്മേൽ നിരങ്ങി നീന്തിയും പിന്നെ പിച്ച വെച്ച് നടന്നും ഇടയ്ക്കിടെ പിടഞ്ഞു വീണും പിന്നെയും എഴുന്നേറ്റു മെല്ലെ മെല്ലെ ചുവട് വെച്ചു നീങ്ങിയും പിന്നെ കാലക്രമത്തിൽ ചാഞ്ചാടി ഓടിക്കളിച്ചും പുഞ്ചിരിയും കണ്ണുനീരും ഒപ്പം കാണിച്ചും കോമളന്മാരായ ആ ബാലന്മാർ കാണികളുടെ കണ്ണുകളിൽ കർപ്പൂരധാര ചാർത്തിയും ഹൃദയങ്ങളിൽ ആനന്ദാമൃതം ചൊരിഞ്ഞും അനുവാസരം വളർന്നുകൊണ്ടിരുന്നു. വെൺനിലാവിന്റെ നറുനാമ്പെന്ന പോലെ കുഞ്ഞു പല്ലുകളും വന്നു മുളയ്ക്കാൻ തുടങ്ങി. ശ്രോതാക്കൾക്ക് പരമാനന്ദം തഴയ്ക്കുമാറ് കൊഞ്ഞയോടുകൂടിയ മധുര ഭാഷണങ്ങളും അസ്പഷ്ടമായി പറയാൻ തുടങ്ങി. അമ്പാടിയിലെ ആബാലവൃദ്ധം ഗോപി ഗോപന്മാർക്കും കണ്ണിലുണ്ണികളായി രാമകൃഷ്ണന്മാർ വളർന്നു. അവർ ചാഞ്ചാടി ഓടി നടക്കുന്നത് കണ്ട് ആനന്ദിക്കാൻ പുറകെ എപ്പോഴും ഗോപന്മാരും ഗോപികളുമുണ്ട്. കാലിൽ തങ്കക്കിങ്ങിണികളും തളകളുമിട്ടു കൈകളിൽ കൊച്ചു തങ്ക പൊൻവളകളും ചാർത്തി അരയിൽ പൊന്നരഞ്ഞാണവും കഴുത്തിൽ പുലിനഖമാലയും കുഞ്ഞു വിരലുകളിൽ കൊച്ചു കൊച്ചു മോതിരങ്ങളും അണിഞ്ഞ് മുറ്റങ്ങളിൽ ഓടി നടന്നു കളിച്ചു നടക്കുന്ന പ്രായത്തിൽ അവർ എത്തി. ദിവസവും രാവിലെ യശോദയോ രോഹിണിയോ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും കൂടി ചങ്ങാത്തം പിടിച്ചുകൊണ്ട് തഞ്ചത്തിൽ പശുവിന്റെ വാലിന്മേൽ പിടിച്ചു കീഴോട്ട് തൂങ്ങും. പശു വെപ്രാളത്തോടെ കാലുവെട്ടിച്ചു പാൽപാത്രവും തട്ടിച്ചു വീഴിച്ചു മുൻപോട്ട് ചാടുമ്പോൾ പുറകിൽ നിന്നു കിടുകിടാ ചിരിച്ചുകൊണ്ട് അവർ വാലിൽ കിടന്നാടി കളിയാടും. കൗമാരക്കാരുടെ കുസൃതിത്തരങ്ങൾ കണ്ട് മാതാപിതാക്കൾ പരസ്പരം നോക്കി മന്ദഹസിക്കയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അതിരറ്റ വാത്സല്യമാണ് അതിനു കാരണം. ചിലപ്പോൾ അമ്മമാർ പശുക്കളെ കറക്കാൻ വരുന്നതിന് മുൻപ് തന്നെ അവർ തൊഴുത്തിൽ കടന്നു കിടാക്കളെ അഴിച്ചുവിട്ട് കുടിപ്പിച്ച് ഒളിച്ചു മാറി നിന്നു ചിരിക്കും. പാലു കറക്കുന്ന പാത്രങ്ങളിൽ ചിലപ്പോൾ രണ്ടുപേരും കൂടി ഗോമൂത്രമൊഴിച്ച് നിറച്ചു വെക്കും. എന്നിട്ട് അറിയാത്ത മട്ടിൽ ചുറ്റി നടക്കും. ശാസിക്കാൻ വടിയും എടുത്തുകൊണ്ട് അമ്മമാർ വരുമ്പോൾ അവരോടിക്കളയും. മാതാക്കൾ ഗൃഹകൃത്യങ്ങൾ നോക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സൂത്രത്തിൽ ജ്യേഷ്ഠനെ കൂടി അറിയിക്കാതെ കൃഷ്ണൻ പാൽപ്പുരയിൽ പതുങ്ങി കയറി കാണുന്ന മൺപാത്രങ്ങളെല്ലാം കടകോലിനാൽ തല്ലിപ്പൊട്ടിക്കും. ഉറികളിൽ പാലും തൈരും നിറച്ചു തൂക്കിയിട്ടിരിക്കുന്ന കലങ്ങളുടെ മൂട് കടകോലിനാൽ കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടി കീഴോട്ട് വീഴുന്ന പാലോ തൈരോ എന്തായാലും മുഖമുയർത്തി വായും പൊളിച്ചു നിന്നുകൊണ്ട് കൊണ്ടൽ വർണ്ണൻ നിറയെ കുടിക്കും. താഴെ വീഴുന്നത് പൂച്ചകൾ വന്നു നക്കി കുടിക്കുന്നത് നോക്കി നിന്നു രസിക്കും. ചിലപ്പോൾ അനുജന് കൂട്ടായി ജ്യേഷ്ഠനും കൂടും. രണ്ടുപേരും കൂടി മുറ്റത്തു ചാഞ്ചാടി നടന്ന് ജലപാത്രങ്ങളിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അതു കിട്ടാതെയാകുമ്പോൾ പാത്രങ്ങളും തട്ടിമറിച്ചും മാറി നിന്നു കിണുങ്ങി കരയും. അപ്പോൾ മാതാക്കൾ ചെന്നെടുത്ത് ചുംബിച്ച് മുല കൊടുത്ത് ആശ്വസിപ്പിക്കും. ആ സമയം ഗോപി പെണ്ണുങ്ങളും ഓടി വന്ന് മുകിൽ വർണ്ണനെ എടുത്ത് പലവുരു മുത്തം വെച്ച് താലോലിക്കും. ആ കമനീയ കനകത്തിടമ്പിനെ എത്രയെത്ര തവണയെന്ന് ചുംബിച്ചാലും ആശ്ലേഷിച്ചാലും ആ കാമിനീ മണികൾക്ക് മതി വരാറില്ല. പ്രേമസ്വരൂപനായ ഭഗവാൻ തന്റെ മായയാൽ അമ്പാടിയിലുള്ള ആബാലവൃദ്ധം ജനങ്ങളുടെയും ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു. ഓരോ ഗോപ വനിതയ്ക്കും കൃഷ്ണൻ തന്റേതു മാത്രമാണെന്നുള്ള തോന്നൽ അവളുടെ അന്തരംഗത്തിൽ അങ്കുരിക്കാൻ തുടങ്ങി. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സന്ധ്യാവേളകളിൽ നന്ദഗോപർക്ക് ഒരു സ്വൈരവുമില്ല. കൊട്ടിപ്പാടി കളിക്കാൻ ആകാശത്തുനിന്നും ആ പൊന്തളിക എടുത്തു കൊടുക്കണമെന്ന് ചെന്താമരക്കണ്ണൻ സിദ്ധാന്തം കൂട്ടിത്തുടങ്ങും. പാവം നന്ദൻ എന്തു സമാധാനം പറഞ്ഞാലും കണ്ണൻ കേൾക്കുകയില്ല. ഒടുവിൽ ഗോപസ്ത്രീകൾ വന്നു ബലമായി എടുത്തുകൊണ്ടുപോയി പല സാന്ത്വനങ്ങളും പറഞ്ഞു കിടത്തി ഉറക്കും. ഈ ദൃശ്യങ്ങളായ പല ലീലകളിലും മുഴുകി ആഴിവർണ്ണൻ അമ്പാടിയിലെ പൊൻവിളക്കായി വിളയാടി. നാളുകൾ ഏതാനും കഴിഞ്ഞു. പൂമാതിനു പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് സുഹൃദിനികളായ ആ ഗോപാംഗനകൾക്കു ലഭ്യമായത്. നന്ദഗൃഹത്തിന് തൊട്ട് അടുത്താണ് മറ്റുള്ള ഗോപന്മാരുടെയും വസതികൾ. എല്ലാവരും അടുത്തടുത്ത് ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന സമ്പ്രദായമായിരുന്നു വ്രജവാസികൾക്കുണ്ടായിരുന്നത്.
ഉണ്ണിക്കണ്ണന്റെ ഓമനത്വം നിറഞ്ഞ സുന്ദര രൂപവും വശ്യകടാക്ഷങ്ങളും ചില്ലിക്കൊടികൾ ഇളക്കിക്കൊണ്ടുള്ള മൃദുമന്ദഹാസവും ഇന്ദ്രനീലക്കല്ലിന്റെ ശോഭ വഴിയുന്ന ശരീര സൗകുമാര്യവും പീലികൾ കുത്തിയ വാർമുടിക്കെട്ടിന്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ട് വല്ലവീമാനിനികളുടെ മാനസ സാഗരത്തിൽ സദാ ആനന്ദത്തിന്റെ കല്ലോലമാലകൾ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ഞിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി അവർ വെണ്ണയും നറുംപാലും കൊണ്ടുവന്നു കൊടുക്കും. എത്ര തന്നെ വെണ്ണയും പാലും ഭുജിച്ചാലും അതിലൊരു മതിവരാത്ത സ്വഭാവം കണ്ണനിൽ കണ്ടു തുടങ്ങി. മാതാവില്ലാത്ത തക്കം നോക്കി പാൽപ്പുരയിൽ കടന്ന് വെണ്ണയും പാലും കട്ടുഭക്ഷിക്കുവാനും തുടങ്ങി. നോക്കി നിൽക്കുന്ന സമവയസ്യരായ ചങ്ങാതിമാർക്കും അതിലൊരു പങ്ക് കണ്ണൻ കൊടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി പല ലീലകളുമാടി രസിക്കും. ചിലർ പാടും, ചിലർ ആടും, ചിലർ അട്ടഹസിക്കും, ചിലർ കലമ്പൽ കൂട്ടും, ചിലർ വഴക്കുപിടിച്ച് പിണങ്ങി മാറി നിൽക്കും. കൃഷ്ണൻ അവരെ രഞ്ജിപ്പിച്ച് അവരുമായി ചേർന്നു കളിച്ച് അവരുടെ നേതാവാകും. വീട്ടിലെ മോഷണം വിട്ട് ക്രമേണ അയൽ വീടുകളിലും കൃഷ്ണൻ പ്രവേശിച്ചു തുടങ്ങി. ആരുമില്ലാത്ത അവസരം പാർത്ത് അവരുടെ വീടുകളിലും അവൻ കടന്ന് പല ആക്രമങ്ങളും കാട്ടിത്തുടങ്ങി. വെണ്ണ കട്ടുതിന്നും പാൽ ഊറ്റിക്കുടിച്ചും കുറച്ചു ദൂരെ കളഞ്ഞും കുറച്ചു മാർജാരന് കൊടുത്തും കലങ്ങൾ ഉടച്ചും കടകോൽ എടുത്തു ദൂരത്തെറിഞ്ഞും എത്താത്ത ഉറികളിൽ ചാടിപ്പിടിച്ചാടിയും അങ്ങനെ പല കുസൃതി തരങ്ങളും കാർവർണ്ണൻ കാട്ടി ആനന്ദിച്ചു. യശോദ തന്റെ ഓമന നന്ദനന് വേണ്ടുവോളം പാലും വെണ്ണയും കൊടുക്കും. പിന്നെ എന്തിനാണ് പാവപ്പെട്ട ഗോപനാരികളുടെ ആലയങ്ങളിൽ കയറി ഈ ആക്രമങ്ങൾ കാണിക്കുന്നത്? ഭക്തിയുടെ ഒരു പരീക്ഷയെന്നേ അതിന് പറയാനുള്ളൂ. ഉണ്ണിയുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ ഒടുവിൽ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി സംഘം ചേർന്ന് യശോദയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു. പാലും തൈരും എടുത്തു കുടിച്ചത്, കലങ്ങൾ തല്ലിപ്പൊട്ടിച്ചത്, അച്ഛന് കുടിക്കാൻ വെച്ചിരുന്ന പാലിൽ ചാണകം കലക്കി വെച്ചത്, കുഞ്ഞിനുള്ള പാല് എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തത്, ഇങ്ങനെ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. വല്ലവി നായിക അപ്പോൾ പറഞ്ഞു, അവൻ കേവലം ഒരു കൊച്ചുകുട്ടി, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായം. അവൻ വല്ല ഉപദ്രവവും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞെന്ന പോലെ കരുതി ക്ഷമിക്കണം. തല്ലേണ്ട പ്രായമായിരുന്നെങ്കിൽ ശാസിക്കാമായിരുന്നു. ഈ മുലകുടി പ്രായത്തിൽ ശാസിച്ചാൽ അതൊരു ബാലശാപമായിട്ട് തീരും. എന്റെ കുഞ്ഞുമൂലം നിങ്ങൾക്ക് എന്തു നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാനത് പരിഹരിക്കാം. നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട.